ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സരളയാണ്. എൻ്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായവരെല്ലാം തന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സരള. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയാണ്. ശാരദാമ്മയും ശ്യാമയും കൂടി ജോലിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശാരിക വരികയാണ്. ഞാൻ കുറച്ച് ദിവസമായി അമ്മയോട് ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം മോളെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അത് പിന്നെ ആ രാജി ശരിയാകില്ല. രാജിയെ ഞാൻ അവിടുന്ന് പറഞ്ഞു വിടാൻ പോവുകയാ. അമ്മ നമ്മുടെ ഹോട്ടലിൽ സഹായിക്കാനൊക്കെ വരണം. നല്ല തിരക്കുള്ള സമയമാണ്. അതിനെന്താ മോളെ, ഞാൻ വരാമല്ലോ, കൂടെ ശ്യാമയും കൊണ്ടുവരാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ വേണ്ട, അവൾ പഠിച്ചോട്ടെ, അമ്മ മാത്രം വന്നാൽ മതി. പിന്നെ ഇപ്പോൾ രാജിക്ക് കൊടുക്കുന്നത് 500 രൂപയല്ലേ, അമ്മയ്ക്ക് ഞാൻ 400 രൂപ തരാം. ഇത് കേൾക്കുന്ന ശാരദാമ്മയും ശ്യാമയും ഒരു ഞെട്ടലോടെ ശാരികയെ നോക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് നിന്റെ ഹോട്ടലിലെ ജോലിയൊന്നും വേണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ ശാരിക പറയുകയാണ്, എന്താണെങ്കിലും എനിക്കൊരു ജോലിക്കാരിയെ വേണം. അപ്പോൾ ജോലിക്കാരിക്ക് കൊടുക്കുന്ന കാശ് ഇവിടെ കിട്ടുകയാണെങ്കിൽ നിന്റെ പഠിത്തമെങ്കിലും നടക്കുമല്ലോ എന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇപ്പോൾ എന്താണെങ്കിലും എനിക്ക് നിന്റെ ഹോട്ടലിലെ ജോലി വേണ്ട. എന്താണെങ്കിലും നീ ഇങ്ങനെ പറഞ്ഞല്ലോ, അത് തന്നെ ഒരു നല്ല കാര്യമെന്നും ശാരദാമ്മ പറയുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പാറക്കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടിട്ട് ശാലിനി അങ്ങോട്ടേക്ക് വരികയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ലെന്നും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലെന്നും പ്രീതി പറയുന്നു. തുടർന്ന് ശാലിനി കുഞ്ഞിനെ എടുത്തു നോക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുന്നില്ല. അങ്ങനെ സത്യഭാമ വന്ന് കുഞ്ഞിനെ എടുക്കുന്നു. ഭാമ കുഞ്ഞിനെ എടുത്തിട്ടും കരച്ചിൽ മാറാത്തത് കണ്ട് ഭാമ പറയുകയാണ്, നമുക്കെന്നാ പാറക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ. അതേസമയം ശാലിനി ശാരദാമ്മയെ വിളിച്ച് വിവരം പറയുകയാണ്. അമ്മേ, പാറക്കുട്ടി കരച്ചിൽ നിർത്തുന്നില്ലെന്ന് ശാലിനി പറയുമ്പോൾ വയറുവേദന എടുത്തിട്ടായിരിക്കുമെന്ന് ശാരദാമ്മ പറയുന്നു. അല്ലമ്മേ, ഇപ്പോൾ കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ശരീരത്താകെ നീല നിറം വരുന്നുണ്ടെന്ന് ശാലിനി പറയുമ്പോൾ എങ്കിൽ അധിക നേരം വെച്ചുകൊണ്ടിരിക്കേണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ശാരദാമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രീതിയും അർജുനും കൂടി പാറക്കുട്ടിയുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നതാണ്. ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന്. നിനക്കല്ലായിരുന്നോ ആശുപത്രി വരാൻ ഇത്ര നിർബന്ധം. അതേസമയം ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിയോ. റിപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് നോക്കി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഡോക്ടർ. എന്താ ഡോക്ടർ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അർജുനെന്നും, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. നിങ്ങൾ പാറക്കുട്ടിയുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. പാറക്കുട്ടിയുടെ ഹാർട്ടിന് എന്തോ ഒരു ചെറിയ തകരാറുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം, ഇല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത്. ഇത് കേൾക്കുന്ന പ്രീതിയും അർജുനും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇതിൻ്റെയൊക്കെ കാരണം ഇത് ഒരു ഡ്രഗാണ്. അത് ബ്ലഡ് ടെസ്റ്റിൽ നന്നായി തെളിഞ്ഞിട്ടുമുണ്ട്. എന്തോ ഒരു ഡ്രഗ് കുഞ്ഞിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അത് ചിലപ്പോൾ കുഞ്ഞിനാരെങ്കിലും മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിച്ചതാകാം. എങ്ങനെയോ ആ ഡ്രഗിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞിന് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. എൻ്റെ മോളെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയുമില്ലേ എന്ന് പ്രീതിയും അർജുനും കൂടി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ ഡ്രഗിൻ്റെ ആൻറ്റിഡോസ് കൊടുക്കണം. ആൻറ്റിഡോസ് കൊടുക്കണമെങ്കിൽ ഇതേത് ഡ്രഗാണെന്ന് നമ്മൾ തിരിച്ചറിയണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ആകെ തകർന്നു നിന്ന് പൊട്ടിക്കരയുകയാണ് പ്രീതി. പാറക്കുട്ടിയെയും അർജുനെയും ചേർത്ത് പിടിച്ച് പ്രീതി കരയുന്നു. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണ്. ദേഷ്യത്തോടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന സുസ്മിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.